ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് എൻ്റെ മോൾക്കാട്ടാ. അപ്പോൾ ആളുടെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. ആൾക്ക് പൊതുവെ പാട്ടിലും ഡാൻസിലും ഒക്കെ പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പം ഇന്ന് അസോസിയേഷൻ്റെ പരിപാടിക്ക് ആളുടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഒന്ന് കണ്ടാലോ. രാവിലെ ചേച്ചിമാരുടെ അടുത്ത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി ചെയ്യുന്നതാട്ടത്. രണ്ടുപേരും കൂടി ഇങ്ങനെ മത്സരിച്ച് പഞ്ചസാരപ്പഴം പൊട്ടിച്ചെന്നത് ഭയങ്കര ഇഷ്ടമാട്ടാ. ഇത് കുട്ടികൾക്ക് തന്നെ വലിയ ഇഷ്ടമുള്ള ചെറിയ മധുരമൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാട്ടത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചേച്ചിയുടെ അടുത്തെത്തി നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് മുപ്പരാള് ഡാൻസ് കളിക്കാനായിട്ട് ഇഷ്ടമുള്ള കാരണം ഇതിന് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആളുടെ ഡാൻസ് പ്രാക്ടീസും വീട്ടിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വൈകിട്ടായിട്ടാ. പിന്നെ മൂപ്പരാള് കൊണ്ടുപോകാനായിട്ട് പരിപ്പോട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ പരിപാടിക്കൊക്കെ നിൽക്കായിരുന്നു. അങ്ങനെ പരിപ്പോട ഉണ്ടാക്കി ഞങ്ങൾ വേഗം തന്നെ അസോസിയേഷൻ്റെ പരിപാടിക്ക് പോയിട്ടാ. പരിപാടി നടക്കുന്ന ഹാളിക്ക് അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. വെയിലുണ്ടെങ്കിലും മൂപ്പർക്ക് ആൻസൈറ്റി കാരണം ഭയങ്കര സന്തോഷമായിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലാത്ത രസമായത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എത്തിയ കാരണം പിന്നെ പ്രാർത്ഥനയും ഫസ്റ്റത്തെ പാട്ടൊക്കെ ഉള്ള കാരണം ആൾക്ക് നല്ല കറങ്ങനൊരു കസേര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം കസേരയിൽ ഇരുന്നിട്ട് കറങ്ങലും ഫോട്ടോ എടുക്കലും ഒക്കെ തന്നെയായിരുന്നു പരിപാടി. ആളുകളൊക്കെ വേഗം എത്തിക്കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പരിപാടി മൂപ്പറ്റിയായിരുന്നു. മൂപ്പര് പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒന്ന് രണ്ട് പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ മൂപ്പരാളെ പ്രാർത്ഥനയായിട്ടാണ്. ഗസ്റ്റുകളൊക്കെ എല്ലാവരും എനിറ്റെന്ന് മൂപ്പരാൾ നന്നായിട്ട് പ്രാർത്ഥനയൊക്കെ പറഞ്ഞ് നല്ല ഉഷാറായിട്ട് തന്നെ ഒക്കെ ചെയ്തു കേട്ടോ. എല്ലാവരുടെ പരിപാടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നല്ല പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗബു ചേച്ചിയുടെ അമ്മയുടെയും കൂടെ വന്നത്. മൂപ്പരാളി പരിപാടിയൊക്കെ കണ്ടിട്ട് നല്ല ഡാൻസ് ആയിരുന്നു. വേഗം പോകണമെന്ന് പറയുന്നത് വിചാരിച്ചത്, പക്ഷെ ഈ പരിപാടി കണ്ടപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായി തോന്നുന്നു. നല്ല ഡാൻസ് ആയിരുന്നു മൂപ്പരാളി. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഉണ്ണിമോളുടെ ഡാൻസ് ആകുമ്പോഴേക്കും റെഡിയായി. ഡാൻസും ആൾ പഠിച്ച പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായി ചിരിച്ച് നല്ല ഉഷാറായിട്ടായിരുന്നു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളൊക്കെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൂപ്പരാൾ നല്ല ഉഷാറായിട്ട് കളിക്കുന്ന കാരണം എല്ലാവരും കൈയടിച്ചിട്ടും ഒക്കെ മൂപ്പരാൾ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിമോളുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഗാനമേളയ്ക്കുള്ള വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. ഗാനമേള കണ്ടുകൊണ്ടിരിക്കാൻ ഞാൻ ഒരു കാര്യം കണ്ടത്, ഒരാളവിടെ സൈഡിൽ നിന്നിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു ഐസ്ക്രീം കയറ്റിയ കാരനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആൾക്ക് നല്ല ഉഷാറുണ്ടായിരുന്നു കളിക്കാനായിട്ട്. സാധാരണ ഈ നേരം ആകുമ്പോൾ കുറങ്ങുന്നതാണ്, പക്ഷേ ഈ പാട്ടും ഒക്കെ കേട്ടപ്പോൾ മൂപ്പരാൾ അതിനനുസരിച്ച് തുള്ളി നിൽക്കായിരുന്നു അവിടെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ നല്ലോണം മഴ ചാറിയിട്ടാണ്. അപ്പോൾ കുറേ പേരൊക്കെ എനിക്ക് പോയി. പക്ഷെ ഞങ്ങൾ കുട കൊണ്ടുപോയ കാരണം ഞങ്ങൾ ആ കുടയുടെ ചുവട്ടിൽ എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ. ഞങ്ങൾ കുടയൊക്കെ എടുത്ത കാരണം തോന്നും മഴ വേഗം പോയി. അങ്ങനെ മഴ മാറിയപ്പോൾ മുപ്പരാൾ പിന്നെയും ഡാൻസൊക്കെ തുടങ്ങി. അങ്ങനെ ഗാനമേളയൊക്കെ ലാസ്റ്റ് ആയപ്പോൾ ഉണ്ണിമോളും ഫ്രണ്ടും കൂടിയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു. അങ്ങനെ അവളുടെ ദിവസം നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്